സന്തോഷേ, ഇപ്പൊ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടോ സന്തോഷം? എനിക്കുണ്ടാവില്ല. പെരേര കയറാൻ സാധ്യതയുള്ളൂ, ഒന്നും അറിയില്ല. പെരേരക്ക് അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഇല്ല, ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. പെരേര കയറാൻ സാധ്യതയുണ്ട്, ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട്. ഇത്തവണ ശാരിക കയറി, മറ്റേ ഇവരുണ്ട്, രേണുസുതിയുണ്ട്. രേണുസുതി നല്ല സാധ്യതയുണ്ട്. ശാരിക ഒരു വീഡിയോയിൽ പറയുന്നത് എനിക്ക് പോകാനേ താല്പര്യമില്ല. പക്ഷെ ആ വേറെ വീഡിയോയിൽ പറയുന്നു, ലാലേട്ടനത് പറയുന്നു ഞാൻ ഇത് ആഗ്രഹിച്ച കാര്യമാണ് എന്നല്ല. ഇതാ ഡബിൾ സ്റ്റാൻഡാണ്, ഡബിൾ സ്റ്റാൻഡിൽ പരിപാടിയാണ്. ഈ ബിഗ് ബോസ് കൊണ്ട് ഗുണമുണ്ടായാലും അഖിൽമാരാർ, പേർളി മാനിങ് കുറച്ച് പേർക്കേയുള്ളൂ, എല്ലാവർക്കും വലിയ ഗുണമുണ്ടായിട്ടില്ല. ഇതുകൊണ്ട് മെയിൻലി ഗുണമാണ് ലാലേട്ടൻ കുറേ കാശ് കിട്ടും. അല്ലാതെ ഇത് നെഗറ്റീവ് പ്രോഗ്രാമാണ്, കുറേ നെഗറ്റീവ് എനർജി, സാഡിസം, ഇങ്ങനെ പലതുമാണ്. ഇത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് എൻകറേജ് ചെയ്തത് സമൂഹത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക. അലൻ ജോസേ ബിഗ് ബോസിൽ കയറുകയാണെങ്കിൽ തന്നെ അത് എത്രത്തോളം മാറ്റം ഉണ്ടാകുമോ പുള്ളിയുടെ ജീവിതത്തിൽ? പുള്ളിയുടെ ലൈഫ് വേറെ രീതിയിൽ പോകും. പുള്ളിയുടെ കല്യാണം നടക്കും, പുള്ളിയുടെ ലൈഫ് വേറെ രീതിയിൽ പോകും. ബിഗ് ബോസിലേക്ക് തന്നെ പെരേര വേറെ ലെവലിലേക്ക് പോകും, ഉറപ്പാണ്. അതായത് ചിലപ്പോൾ സിനിമയിൽ കയറാൻ സാധ്യതയുണ്ട്, അയാൾക്ക് മാരേജ് നടക്കും, എല്ലാം കൊണ്ട് നന്നാകാൻ സാധ്യതയുണ്ട്. അയാൾ ഇതെല്ലാം മെന്റൽ ഗെയിംസ് കളിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. എനിക്ക് സന്തോഷമില്ല, ഞാൻ ദുഃഖ ചെയ്യേണ്ട അവസ്ഥ എന്താണ്? എനിക്ക് പുള്ളി ഒതുക്കിട്ടെങ്കിൽ വണ്ടി ഒതുക്കാമേ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എന്തായാലും പുള്ളി നന്നായിട്ട് വരട്ടെ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കയറാൻ പുള്ളി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് പല പരിപാടി പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി വരട്ടെ, പുള്ളിയുടെ കയ്യിൽ നേരട്ടെ. പുള്ളി ഇപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് വന്ന ആളാണ്. വൈറലാവാൻ പ്ലാൻ ചെയ്തു, വൈറലായി. ഇപ്പോൾ പുള്ളി ബിഗ് ബോസ് കയറാൻ നോക്കുന്നു. ഇപ്പോഴും തള്ളി പറയാൻ പറ്റില്ല, വൈകാട് എൻട്രിയിൽ കയറാൻ സാധ്യതയുണ്ട്. സന്തോഷം ബിഗ് ബോസ് പോവാണെങ്കിൽ തന്നെ സന്തോഷം അവിടെ ഉപയോഗിക്കുന്ന എനിക്ക് അങ്ങനെ സ്ട്രാറ്റജി ഒന്നുമില്ല. ഞാൻ എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എന്താണ് അതേപോലെ, എനിക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല. ഞാൻ എന്താണ് അതേപോലെ ഇരിക്കും. എനിക്ക് പ്രത്യേകിച്ച് കളിയൊന്നുമില്ല. ഒന്നാലും എനിക്ക് പോകാൻ വലിയ താല്പര്യവുമില്ല. കാരണം വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്, ഡോക്ടറേറ്റ് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെ പല പ്രശ്നമുണ്ട്. പോയാൽ തന്നെ വാട്ടായ അതല്ല. എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ബിഗ് ബോസ് ചാനൽ കാണുന്ന ആളല്ല, എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല. ഒരു നെഗറ്റീവ് പ്രോഗ്രാമാണ്, കാരണം സമൂഹത്തിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ്. അത്ര നല്ല പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗുണവുമില്ല. ഒരു സാഡിസ്റ്റിക് എൻ്റർടൈൻമെൻറ്റ്, ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റാണ് നടക്കുന്നത്. ഇതുകൊണ്ട് ആകെ ഗുണമാണ് ലാലേട്ടന് 10-20 കോടി ഇത് കിട്ടുന്നുണ്ട്. വേറെ എല്ലാം ഇത് നമ്മുടെ സമൂഹത്തെ റിഫ്ലക്ട് ചെയ്യാം, നെഗറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. ഹേറ്റ് സ്പ്രെഡ് ചെയ്യുക, മെൻ്റൽ ഗെയിംസ് കളിക്കുക, ഒരാളെ സാഡിസം കാണിക്കുക, ഒരാളെ അടിച്ച് താഴ്ത്തുക, അതായത് പോസിറ്റീവായിട്ടൊന്നുമില്ല. അത് ഇപ്പോഴത്തെ സമൂഹത്തെ കാണിക്കുകയാണ്. ഇങ്ങനത്തെ പ്രോഗ്രാംസ് എൻകറേജ് ചെയ്യാതിരിക്കണമുള്ളത്. സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. സിനിമേഴ്സ് റിഫ്ലക്ഷൻ സൊസൈറ്റിയിലാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. സൊസൈറ്റിയിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു അതാണ് അവർ കാണിക്കുന്നത്. പഴയ സിനിമയിലൊക്കെ പറയില്ലേ, ഒരു നാടൻ തലൊക്കെ കണ്ട് കുറെ ദിവസമായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ തല്ല് കാണാൻ, അടി കാണാൻ, ഇടി കാണാനും അതൊരു മനുഷ്യൻ്റെ ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. മൃഗങ്ങൾക്കൊരു ഇതാണ്, റാഷണലായിട്ടല്ല, ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു സാഡിസമാണത്, നെഗറ്റീവാണത്. അതിപ്പോൾ സാഡിസം വളരെയധികം കൂടി വരികയാണ്. നമ്മുടെ സമൂഹത്തിൽ സാഡിസം വളരെ കൂടി വരികയാണ്. മാത്രമല്ല ഈ പരിപാടി കുട്ടികളടക്കം കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പോലും ഇന്നസെൻസ് ഇല്ല. പണ്ട് കുട്ടികൾക്ക് ഇത് ആരും കാണാൻ പാടില്ല, കുട്ടികളെയും കാണാൻ പാടില്ല, ആരും കാണാൻ. ഇന്ന് കുട്ടികൾക്ക് പോലും ഇന്നസെൻസ് ഇല്ല, നിഷ്കളങ്കതയില്ല. കാരണം അവരിങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പിള്ളേർക്ക് പോലും ഇന്നസെൻസ് ഇല്ല. അവരോട് എല്ലാവരും ഇത് പറഞ്ഞ കാര്യം. ഇതിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം പോകുന്നത്? കാരണം സമൂഹം അങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ട് മീഡിയ നെഗറ്റീവ് കാണിക്കുന്നു? കാരണം മീഡിയ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ സൊസൈറ്റീനെ കാണിക്കുന്നത്, അല്ല ഇവരെല്ലാം ഉണ്ടാക്കുന്നത്.